ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ഫെയർവെൽ ബ്ലോഗാണ്. ഞാൻ കുറേ നാളായി ലോങ് വീഡിയോ ഇട്ടിട്ട്. ഇതായിരുന്നു എൻ്റെ കോസ്റ്റ്യൂം. ദാറ്റ് സാരി. ഇതിൻ്റെ ഫുൾ റീലൊക്കെ ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മളെ കോളേജിൻ്റെ ലാസ്റ്റ് ഡേ ആണ്, നമ്മളെ ഫെയർവെൽ ഡേ. കഴിഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്, 19th ഫെയർവെല്ലിന് നമ്മൾ കുറേ കരഞ്ഞിട്ടുണ്ട്, അടുത്ത വർഷം നമ്മളാണ് ഈ സ്ഥാനത്ത് നിൽക്കേണ്ടത്. ബട്ട് ടൈം എത്ര പെട്ടെന്നാണ് പോകുന്നത്. ഒരു വർഷം പെട്ടെന്ന് പോയി. നമ്മളിപ്പോൾ ഡ്രസ്സപ്പ് ചെയ്ത് സാരിയൊക്കെ എടുത്ത് കഴിഞ്ഞ വർഷം 19th നിന്ന സ്ഥാനം നമ്മളിപ്പോൾ നമ്മളെ ഫോട്ടോസ് നോക്കുക. നമ്മൾ ഓരോ സ്പോട്ടിൽ പോയി എടുത്ത ഫോട്ടോസ്, നമ്മളെ സിംഗിൾ ഫോട്ടോസ്, ഗ്രൂപ്പ് ഫോട്ടോസ്. നമ്മൾ ഈ ഫോട്ടോയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കാണിച്ചു കൊടുക്കുക, നോക്കുക നമ്മൾ അവിടെ നിന്ന് എടുത്ത ഫോട്ടോ. അതൊക്കെ ഒരു ഇമോഷനാണ്. നമ്മൾ എങ്ങനെയായിരുന്നു നമ്മളിതാ എല്ലാവരും പല വഴിക്ക് പോകാൻ പോവുക. പിന്നെ കുറേ ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും ഓരോ സ്ഥലത്ത് ഓരോ ആക്ടിവിറ്റീസ് ചെയ്യുകയാണ്. നമ്മൾ മെമ്മറീസ് ഷെയർ ചെയ്യാൻ വേണ്ടി ഒരു ലെറ്റർ പോലെ എഴുതി നമ്മൾ ആൾക്കാർ ഡെഡിക്കേറ്റ് ചെയ്ത് അതൊക്കെ നോട്ട് ഡൗൺ ചെയ്ത് ലെറ്റർ ചെയ്ത് ആൻഡ് ഫൈനലി നമ്മൾ സ്റ്റേജിലേക്ക് നമ്മളെ വെൽക്കം ചെയ്തു. സ്റ്റേജിലേക്ക് കയറുകയാണ്. ഇനി നമ്മൾ ഈ നമുക്ക് ഈ സ്റ്റേജ് നമ്മൾ ആസ് എ സ്റ്റുഡൻ്റ് എന്ന രീതിക്ക് ഈ സ്റ്റേജിൽ നിന്ന് കളിക്കാൻ നമുക്കിനി ഭാഗ്യമില്ല. നമ്മൾ ലാസ്റ്റ് കുറച്ചുള്ള ഒരു മൊമെൻറ്റ്സാണ് ആക്ച്വലി ഇപ്പം നമ്മൾ ആ ലാസ്റ്റ് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മളെ ഒരു ഡാൻസും, നമ്മളെ ഫെയർവെല്ലിൻ്റെ ഒറ്റ ഡാൻസും കൂടെ നമുക്കിനി ഈ സ്റ്റേജിൽ കളിക്കാനുള്ളൂ. അതൊക്കെ ആലോചിച്ച് നല്ല വിഷമമുണ്ട്. കാരണം എല്ലാ പ്രാവശ്യവും ഓരോ പരിപാടിക്കും നമ്മളിങ്ങനെ പാട്ട് സെലക്ട് ചെയ്ത് സ്റ്റെപ്പ് ഇട്ട് പ്രാക്ടീസ് ചെയ്ത് ക്ലാസ്സിൻ്റെ ഇടയിൽ കൂടെ പ്രാക്ടീസ് ചെയ്ത് ലേറ്റ് നൈറ്റ് നിന്ന് പ്രാക്ടീസ് ചെയ്ത് ഈ സ്റ്റേജിലേക്ക് നിന്ന് കളിക്കാറുണ്ട്. ബട്ട് ഇനി നമ്മൾ ലാസ്റ്റ് ഡാൻസ്, നമ്മളെ കോളേജ് ലൈഫിലെ ലാസ്റ്റ് ഡാൻസ് ഈ സ്റ്റേജിൽ കളിക്കാൻ പോവുക. ഇപ്പം എല്ലാവരും കൂടെ ഇങ്ങനെ എൻജോയ് ചെയ്ത് നിൽക്കണതാണ് ഭയങ്കര സന്തോഷമുണ്ട്. നമ്മൾ ലാസ്റ്റ് ഡാൻസ് എന്ന് ആലോചിക്കുമ്പോൾ ആ ഡാൻസിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാം. നമ്മൾ ഒത്തിരി പേര് ഡാൻസ് കളിക്കും. അപ്പോൾ ഒത്തിരി പേര് ചേർന്ന് നമ്മൾ എല്ലാ പരിപാടിക്കും നമ്മളിങ്ങനെ പാട്ട് സെലക്ട് ചെയ്ത് ഇങ്ങനെ എല്ലാം കോർഡിനേറ്റ് ചെയ്ത് ഡാൻസ് കളിക്കണേ. മെയിൻലി ശശിയും അനീറ്റയാണ് സ്റ്റെപ്പൊക്കെ ഇടുന്നത്. പിന്നെ നമ്മളെല്ലാവരും കൂടെ സ്റ്റെപ്പൊക്കെ പഠിച്ചു പ്രാക്ടീസൊക്കെ ചെയ്ത് സെറ്റാക്കുക സ്റ്റേജിൽ കയറുന്നത്. എന്നാലും സ്റ്റേജിൽ കയറുന്നത് നമ്മൾ ചിലപ്പോൾ ഓരോന്നൊക്കെ മറന്നൊക്കെ പോവും. ആൻഡ് നമ്മളെ ജൂനിയേഴ്സ് എല്ലാവരും സ്റ്റേജിൽ നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ കുഞ്ഞൊരു ഇനോഗ്രേഷൻ പോലെ സാറൊക്കെ 2 വാക്ക് സംസാരിച്ചു. എനിക്കത് നല്ല ഇമോഷൻ. നമ്മളവിടെ നിന്ന് ഇങ്ങനെ കേൾക്കുമ്പം ഇവരൊക്കെ നമ്മളെ പറ്റി ഓരോ മെമ്മറീസ് പറയും. നല്ല വിഷമമുള്ളിൽ തോന്നുന്നുണ്ട്. ഇപ്പോൾ വരാൻ പറ്റാത്തവരിങ്ങനെ വീഡിയോയിലൊക്കെ വന്നിട്ട് ഇങ്ങനെ അവരിങ്ങനെ ഇമോഷണലാവുമ്പം നമ്മൾ തന്നെ ഒരു ഇമോഷൻ കൺട്രോൾ ചെയ്തായിരിക്കണേ. അവരും കൂടെ ഇമോഷണൽ. കാരണം എനിക്ക് എൻ്റെ മനസ്സ് തൊട്ട് പറയാൻ പറ്റും, എനിക്ക് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടെങ്കിൽ ഞാൻ ഓടി ചെല്ലുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ്. എൻ്റെ ഒരു സെക്കൻഡ് ഹോം എന്ന് തന്നെ പറയാം. എന്തൊരു കാര്യത്തിനായാലും ഞാൻ അത്രയും ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു വിഷമമുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഗ്രൂപ്പായിട്ടിരുന്ന് സംസാരിക്കുന്ന സമയത്ത് പല വിഷമങ്ങളും നമ്മൾ മറന്നു കാണും. ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ഊക്കി ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് ഇപ്പം തുടങ്ങണ 2 പേര് വെച്ചായിരിക്കും. പിന്നെ ഈ സൗണ്ട് കേട്ട് ആൾക്കാരുടെ എണ്ണം കൂടും. പിന്നെ ഓരോ കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ അറിയാത്തൊരു കാര്യമായിരിക്കും. അതിങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മളിങ്ങനെ അറിയും. പിന്നെ നമ്മൾ കുറച്ച് പരിപാടിയൊക്കെ കഴിഞ്ഞു, ഗെയിംസൊക്കെ കഴിച്ചു, ഫുഡൊക്കെ കഴിച്ചു. എന്നിട്ട് നമ്മളെ ഡാൻസ്, നമ്മൾ കോളേജ് ലൈഫ് നമ്മൾ ലാസ്റ്റ് ഡാൻസ് നമ്മൾ കുറേ പ്രാക്ടീസ് ചെയ്തു. കുറേ പ്രാവശ്യം ഇങ്ങനെ കാണാൻ സ്റ്റേജ് നല്ല അടിപൊളിയായിട്ട് കളിക്കണമല്ലോ. പിന്നെ നമ്മൾ ഓരോ സ്ഥലത്ത് നമ്മൾ കളിച്ച ഓരോ വീഡിയോസൊക്കെ ഇങ്ങനെ പ്ലേ ചെയ്യും. അതൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ഇമോഷൻ നമ്മളിങ്ങനെ കാണിച്ചു തരും. അവിടെ നിന്ന് എടുത്ത വീഡിയോ ഇവിടെ നിന്ന് എടുത്ത ആക്ച്വലി നല്ല ഇമോഷനാവുന്നു. ബട്ട് മാക്സിമം എല്ലാവരും ഇങ്ങനെ ഇമോഷൻസ് ഇങ്ങനെ കൺട്രോൾ ചെയ്ത് നിൽക്കുകയായിരുന്നു. കാരണം ഓരോ വീഡിയോസും ഈ ടീച്ചേഴ്സ് പറയുന്ന നമ്മളിങ്ങനെ ചില കാര്യങ്ങൾ നമ്മൾ തന്നെ വിട്ടും. ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മൾ ഓരോന്നൊക്കെ ആലോചിക്കണം. സാറുമാരെ എല്ലാം ഓരോ കാര്യങ്ങൾ, സാറൊക്കെ നമുക്ക് വേണ്ടി പാട്ടൊക്കെ പാടി തരുന്നുണ്ട്. പിന്നെ നമുക്ക് എന്തൊരു വിഷമം, എൻ്റെ ഹോസ്റ്റലിലോട്ട് പോകുമ്പോൾ എന്തൊരു വിഷമം, അല്ലെങ്കിൽ ആൾക്ക് എന്തൊരു പ്രശ്നം, എല്ലാവരും എന്തെങ്കിലുമൊക്കെ ഉള്ള സൊല്യൂഷൻ കാണും. കാരണം നമ്മൾ കോളേജിൽ കുറേ പ്രശ്നങ്ങളുണ്ടാക്കും. അത് പിന്നെ ഇവിടെ ഹോസ്റ്റലിൽ ഒന്ന് ഡിസ്കസ് ചെയ്യും. അത് പിറ്റേ ദിവസം മിസ്സ് വിളിക്കും. അങ്ങനെ അങ്ങനെ നമ്മൾ പേഴ്സണലി തന്നെ നമുക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഷെയർ ചെയ്യാൻ ഒത്തിരി പേരുണ്ട്. എന്നുവെച്ചാൽ നമ്മളെ എൻ്റെ ഒരു ബെസ്റ്റ് പാർട്ട് ഓഫ് ലൈഫ് ഞാൻ അവിടെ ലിവ് ചെയ്തു എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും. പിന്നെ ജൂനിയേഴ്സിൻ്റെയൊക്കെ ഡാൻസ് ഉണ്ടായിരുന്നു. കാരണം എല്ലാവരും നമുക്ക് അത് ഞാൻ നന്നായിട്ട് ഓർക്കുന്നുണ്ട്. നിങ്ങളെയൊക്കെ ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ആ സമയത്ത് എല്ലാ ക്ലാസ്സുകളൊക്കെ ഞാൻ ഓർക്കാറുണ്ട്. എന്തായാലും ആ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ നിങ്ങൾ തമ്മിൽ കുറച്ചും കൂടി നന്നായി
ബോണ്ടിങ് ഒക്കെ ഉണ്ടായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയിപ്പോൾ കോളേജിൽ നിന്നൊക്കെ പോവുകയാണ്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടക്കുകയാണ്. എല്ലാവർക്കും ഭാവി ജീവിതം, നല്ലൊരു ഭാവി ജീവിതം ആശംസിക്കുന്നു. എല്ലാവർക്കും പേരുമേനായിട്ട് ആശംസ നേരുന്നു. നല്ല നിലയിൽ മൂന്നാം ട്രിപ്പാണ്. ഞാൻ ആലോചിച്ചു പോകാം. കാരണം എന്നെ എല്ലാ കാര്യത്തിലും ഇപ്പം ഞാൻ ഇപ്പോൾ യൂട്യൂബ് തുടങ്ങി എന്നെ ഫുൾ സപ്പോർട്ട് കിട്ടി. അങ്ങനെ വീഡിയോ ചെയ്യും, വീഡിയോയിൽ ഇങ്ങനെ പറയും, ഇങ്ങനെ ചെയ്യും, അങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞ് എന്നെ ഫുള്ളായിട്ട് ഓരോ കാര്യത്തിനും എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്നത് അവരെല്ലാവരും. നിങ്ങൾ വീഡിയോ കണ്ടിട്ട് കളിയാക്കുന്നതിന് സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെയൊക്കെ ചെയ്യണേ എന്നൊക്കെ പറയും, എല്ലാം ഉണ്ട്. പിന്നെ ഇങ്ങനെ ഓരോ ടാഗ് കൊടുത്തായിരുന്നു. എനിക്ക് വ്ളോഗറിൻ്റെ ടാഗ് കിട്ടി, ആ വീഡിയോ ഇല്ല കേട്ടോ. അങ്ങനെ വ്ളോഗറിൻ്റെ ടാഗ് കിട്ടിയായിരുന്നു. അങ്ങനെ ഓരോ പേർക്കും ഓരോ ഇതിൻ്റെ ടാഗൊക്കെ കിട്ടിയായിരുന്നു. ആക്ച്വലി ആ സമയത്തൊന്നും നമുക്ക് അതൊക്കെ നമ്മൾ വോട്ട് നമ്മൾ തന്നെ സ്വന്തമായിട്ട് വോട്ട് ചെയ്ത് തിരഞ്ഞെടുത്തെടുക്കുകയാണ്. കാരണം നമുക്കറിയാമല്ലോ നമ്മൾ കൂടെയുള്ളവരെങ്ങനെയാണ്, ഓരോരുത്തരെങ്ങനെയാണ്, അവരുടെ സ്വഭാവം എങ്ങനെയാണ്. കാരണം നമ്മൾ 21 ആൾക്കാരായിരുന്നു. അപ്പോൾ 21 പേര് നമുക്കങ്ങനെ ക്ലോസ്ലി അറിയാൻ പറ്റും. ഇപ്പം നമ്മൾ ഹോസ്റ്റലിൽ എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ, നമ്മളെല്ലാം ഷെയർ ചെയ്യുന്ന ഫുഡായാലും എന്തായാലും നമ്മൾ ഈച്ച് ആൻഡ് എവരി സാധനങ്ങൾ നമ്മൾ ഷെയർ ചെയ്ത് അത്ര ഒരു ഹാപ്പിനെസ്സിലാണ് നമ്മൾ കഴിഞ്ഞത്. എന്നുവെച്ചാൽ ഞാൻ ഹോസ്റ്റൽ വെക്കേറ്റിൻ്റെ വീഡിയോ ഞാൻ ഇതുവരെ അത് അപ്ലോഡ് ചെയ്തിട്ടില്ല. ഉടനെ ഞാൻ അതും അപ്ലോഡ് ചെയ്യും കേട്ടോ. വെച്ചാൽ ലാസ്റ്റ് അവരെല്ലാം വിട്ട് പോകണമെന്ന് ആലോചിക്കുമ്പോൾ നല്ല വിഷമമുണ്ട്. കാരണം അത്രയും ഹാപ്പിയിലായിരുന്നു നമ്മളെല്ലാവരും. കാരണം ഭയങ്കര എനിക്കിപ്പോൾ ഇത് വോയിസ് റെക്കോർഡ് ചെയ്യുമ്പോൾ ഇമോഷണൽ ആവാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.